വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് വടകര MDMA കേസിൽ പ്രതികളായ അധ്യാപികമാരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. പ്രതികളായ കാവ്യ, കീർത്തന എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലക്ഷങ്ങളുടെ ഇടപാട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. കാവ്യയ്ക്ക് ലഹരി സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ലഹരി സംഘത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. AK അഭിലാഷ് ഉണ്ട് വിശദാംശം നൽകാൻ. അഭിലാഷ്, അത് തന്നെയാണ്, ഒരു ഉറവിടമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഒപ്പം ഇതിൽ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഇതിനൊപ്പം ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മറ്റ് വിശദമായി തന്നെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് ഇനി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം, അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, കാരണം നമുക്കറിയാം അധ്യാപികമാരാണ് ഈ വിദ്യാർത്ഥികളുമായൊക്കെ അടുപ്പം സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ അവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യേണ്ടുന്ന അധ്യാപകരാണ് ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന് ഇടയാക്കിയത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതോടൊപ്പം തന്നെ കാവ്യയും കീർത്തനയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ നീക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നു. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ കാവ്യയ്ക്ക് ഈ ലഹരി സംഘവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള സൂചന കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കീർത്തനയും അതോടൊപ്പം തന്നെ കാവ്യയും ഒരുമിച്ചിരുത്തി ചോദിച്ചാൽ നീക്കം കൂടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് അധ്യാപകർ കൂടി നിരീക്ഷണത്തിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കാരണം കൂടുതൽ അധ്യാപകർ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് എന്ന് പോലീസ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പണം സ്വീകരിച്ചതിന് ശേഷം ലൊക്കേഷൻ നൽകുകയും അതോടൊപ്പം തന്നെ ലഹരി സംഘവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വിപണനം നടത്തിയത് എന്നുള്ള സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് വരുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്തതോടുകൂടി ഈ ലഹരി സംഘത്തിന്റെ ഉറവിടം, ലഹരി മാഫിയയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വിശദമായി ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റാരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്താൽ അത് വലിയൊരു തരത്തിലുള്ള നീക്കമാവും. ഏതായാലും അന്വേഷണ സംഘം ആ നിലയിലേക്ക് തന്നെ പോകുന്നു. പ്രത്യേകിച്ച് ലഹരി വ്യാപനം തടയുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുമ്പോൾ അതിന് ശക്തി പകരുന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ പേരാമ്പ്രയും അതോടൊപ്പം തന്നെ വടകരയും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ശരി, ഓക്കെ. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.